ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അങ്ങനെ കിഡിലൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല, അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്, ഞങ്ങള് ഗുജറാത്താണുള്ളത്. സൂറത്ത് ഹോൾസെയിൽ മാർക്കറ്റുകളുടെ ഒക്കെ ആ ഒരു ഇടയിൽ തന്നെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ആരാ മോള്? ഡോണ്ട് വറി ഗൈസ്, ഡോണ്ട് വറി. അപ്പൊ നമ്മളപ്പോ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അല്ലായിരിക്കും അപ്പൊ ഒന്ന് പുറത്തു പോയിട്ട് ഗുജറാത്ത് വൈബ് എടുക്കും. നമ്മള് മുമ്പ് പ്രാവശ്യം ഇവിടെ ഗുജറാത്ത് വന്നപ്പോഴത്തേക്ക് നമ്മള് ഈവനിങ് ചാറ്റ് ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു പ്രാവശ്യം ആ ടൈമിൽ ചെറിയൊരു വ്ളോഗ് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി ഇന്നിപ്പോ ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി പോകണാണ്. അപ്പൊ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവിടത്തേക്ക് സാൻഡ്വിച്ച്, അതേപോലെ തന്നെ ചാറ്റ്സ് ഒക്കെ കുറെ വെറൈറ്റി ഉണ്ടാവുമല്ലോ. അത് നമ്മളെ എത്രയൊക്കെ എവിടുന്നൊക്കെ ആരുടെയൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിഫറെന്റ് ടേസ്റ്റുകൾ തോന്നി. അപ്പൊ വിചാരിച്ച് വെറുതെ ഇങ്ങനെ നടക്കാം. ഈ ഒരു രാത്രി ടൈമിൽ ഇതിലെ കൂടെ ഒക്കെ നടന്ന് വേണ്ട ഫുഡൊക്കെ കഴിക്കൽ വേറൊരു വൈബാണ് അല്ലെ? അതുകൊണ്ട് റെഡി അല്ലേ? പാവം എന്റെ 2 മക്കൾ അവിടെ ആയിട്ട് അവർക്ക് ക്ലാസ് ഉണ്ടായി പോയി. അതിന്റെ കൂടെ ഇരിക്കാൻ നല്ല രസമുണ്ട്, നല്ല വൈബാ. അതായത് ഞങ്ങളെ പൊളിപ്പിക്കണം. അതെ, അപ്പൊ നമുക്ക് നൈസായിട്ട് ഇറങ്ങാം അല്ലെ? അതെ, ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സുനു അവിടെ വന്നിട്ട് ഞങ്ങളുടെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടെങ്കില ഇതാവും. അപ്പൊ നമുക്ക് ഇറങ്ങാം, പതുക്കെ ഇറങ്ങാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഞങ്ങളൊരു ലൊക്കേഷൻ അടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാല് ഇവിടെ നമ്മള് നടന്ന് ഈ ഏരിയ ഇപ്പൊ ഞങ്ങള് ഹോട്ടലെടുത്ത് ഈ ഏരിയ കൂടെ ഇറങ്ങാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മെയിൻ ജംഗ്ഷൻ, ചെറിയൊരു പച്ചക്കറി മാർക്കറ്റിന്റെ ഒക്കെ ഒരു ഏരിയ ആണ്. ഭയങ്കര പൊല്യൂഷനും പൊടിയൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ എല്ലാവർക്കും അലർജി അടിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം ഒരു ഓട്ടോ പിടിച്ച് പോയിട്ട് അവിടത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു വെക്കാതെ അല്ലെ? ചെരിപ്പൊക്കെ ഏതൊരു പകുതി പുറത്തോളൊക്കെ എന്താണ്? അന്ന് എന്റെ ഷൂസ് ഇട്ടോ വിളിച്ചോ? അല്ല, ഇവള് 3 പേര് പിടിത്തില്ലേ? ഓക്കെ, അപ്പൊ ബ്ലാക്ക് ഹീല് അല്ലെങ്കിൽ ഒന്നിനും പറ്റി എന്റെ ഷൂസ് എടുത്തിട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് പുറത്തുള്ള വിശേഷം, ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം നമ്മൾ ആ പോകുന്ന ഫ്ലോയിലേ നിങ്ങൾ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, ഒന്നും മുൻകൂട്ടിയായിട്ട് പറയാൻ പറ്റില്ല. അതാണ്, ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നും ഇല്ലാണ്ടെന്നിരിക്കില്ല, ഇവിടെ സ്ട്രീറ്റ് ഫുഡിന്റെ ഒക്കെ ബഹളം ഭയങ്കര രസമാണ്. അവിടെ നോക്കട്ടെ, സോറി ചപ്പല് അടിച്ചു മാറ്റി. ഒരുത്തരവിടെ പോച്ചികളോ? ഹലോ ഹലോ, എന്തേ ഫോണൊക്കെ വിളിച്ച് വെച്ച്? ആരാ ബ്രൂ വിളിച്ച്? പിന്നെ ഹലോ. ഓക്കെ, റിസീവർ കറക്റ്റ് ആയിട്ട് വെച്ചില്ല. ഓക്കെ ഫോൺ ചെയ്താ ബ്രോ? വാ, ലെറ്റ്സ് ഗോ. കൈ പിടിച്ചിട്ട് ഞാനിവിടുന്ന് നേരത്തെ വാ ഗൈസ് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര നേരമായെന്ന് അറിയോ? അത് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല, പതുക്കെ വന്നിട്ടിരിക്കുന്നു. വരും ഒന്ന് തുറക്കും. എന്റെ ക്യാമറ മൊബൈൽ എല്ലാം കൊണ്ടിരിക്കും. അടുത്താണ് ബ്രൂനെ പിടിച്ചോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിക്കാം, അതായിരിക്കും നല്ലത്. സോനുടെ ബേബിയുടെ നടുവിൽ സാൻഡ്വിച്ച്, ഞാൻ ബീഫി സാൻഡ്വിച്ച്. എടി വീട്ടിലുള്ള ആൾക്കാർക്ക് അതൊക്കെ ശീലമാണ്, മനസ്സിലായി. അവർക്ക് പേടിയൊന്നുമില്ല. ആണോ? ഇപ്പൊ തിരക്ക് കുറഞ്ഞത് ആക്ച്വലി. ഞാൻ നേരത്തെ വരുമ്പോഴത്തേക്കും ഭയങ്കര റഷം, ഫുള്ള് വണ്ടിയൊക്കെ മുട്ടി ആൾക്കാരൊക്കെ ഇടയപ്പെടും, ഭയങ്കര റഷം. ഇപ്പൊ കുറഞ്ഞു ആക്ച്വലി. ഇപ്പൊ സമയം പറയും 6:40, ഈവനിങ് ടൈം 6:40. ഈ ടൈമിൽ കുറഞ്ഞു.
വീഡിയോ ഒക്കെ എടുക്കണമെന്ന് നമുക്ക് തന്നെ പേടിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങാം. നമ്മുടെ ലൊക്കേഷൻ ഇവിടുന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി ഇനി ഒന്ന് നടന്ന് നോക്കാന്ന് വിചാരിച്ചല്ലേ. ഈ ഏരിയയിൽ നടന്നാൽ മാത്രമേ ഉള്ളൂ കുറച്ച് ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ നോക്കിയാലും ചില ഏരിയകളിലൊക്കെ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ തന്നെയാണ്. ഇതുണ്ടല്ലേ പല പല സംഭവങ്ങളും. പാനിപൂരിയൊക്കെ ഇവിടെ ആയിട്ട് എന്തായാലും കിട്ടും. അല്ല, അത് എഗ് റൊട്ടി കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എഗ് റോളൊക്കെ ഉണ്ടാവും പല സ്ഥലത്തും. ആ, ഹിന്ദി അല്ല ഇവിടെ, ഗുജറാത്തി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇതൊക്കെ സാൻഡ്വിച്ചൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സാൻഡ്വിച്ചുകളൊക്കെ ഉണ്ട്. സാൻഡ്വിച്ച് കഴിച്ചാലോ? അതെന്താണ് നിങ്ങൾ കഴിക്കുന്നത്? ഞങ്ങളെന്താ ടെസ്റ്ററാ? അങ്ങനെ. ഓക്കെ ഓക്കെ. ഇവിടുത്തെ മെനു ഒക്കെ അതൊന്നും ഹിന്ദി അല്ലാത്തോണ്ടേ വായിക്കാനും പറ്റില്ല. ഭയ്യ സ്പെഷ്യൽ സാൻഡ്വിച്ച്. ഓക്കെ, വൺ റിം ജിം സാൻഡ്വിച്ച്. റിം ജിം നോക്കാം എന്താണെന്നുള്ളത്. അവര് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാമല്ലോ. ഇപ്പോൾ നല്ല വൃത്തിമനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റിം ജിം സാൻഡ്വിച്ച്. ഗ്രീൻ ചട്നി ഒക്കെ. സോനു, റിം ജിം സാൻഡ്വിച്ച് കഴിക്കാൻ റെഡിയാണ്? സ്പൈസി. മറ്റേ കിഴങ്ങൊക്കെ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോ, കുക്കമ്പർ. എപ്പോഴും നോക്കണേ കയ്യില് ബോഡി ലോഷൻ. അതൊക്കെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും. അതെന്താണ് വേണമെങ്കിൽ ഒരു ബൈക്ക് എടുക്കാന്ന് പറഞ്ഞത്? അമ്മ കഴിക്കും അല്ല സോനു? ഇവിടെ ഒരു ബൈറ്റ് കഴിക്കാൻ വേണ്ട? വേണ്ട ഇപ്പൊ പറയണം. വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ. ഇവിടുത്തെ സാൻഡ്വിച്ച് ഒക്കെ ഇതൊക്കെ ഗുജറാത്തി ലാംഗ്വേജ്. भैया एक कौन सा लैंग्वेज है? गुजराती है. गुजराती लैंग्वेज. केरला से. कोचिन या. സെറ്റ്. ബട്ടറൊക്കെ മറ്റേ തേക്കുണ്ട്. പിന്നെ അവരവിടെ ഓണിൽ കൊണ്ടിട്ട് ചൂടാക്കണം. മാറിക്ക് നോക്കട്ടെ, കാണിച്ചു എന്താ ചെയ്യുന്നത്. ഗ്രില്ല് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ സാൻഡ്വിച്ചിന്റെ ബ്രെഡൊക്കെ തന്നെ വയ്ക്കാം. നല്ല വലിയ വലിയ റൗണ്ട് ബ്രെഡ് അല്ലേ? നമുക്ക് എല്ലായിടത്തും ഓരോന്നോരോ കഴിച്ചു നോക്കാം. നമുക്ക് അറിയാൻ പറ്റും ഏത് ബെസ്റ്റ്, ഏത് കിടലെന്ന് നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ സാധനത്തിന് റൗണ്ട് ബ്രെഡ് റൗണ്ട് ഡിഷ്, അതിനാണ് ഈ ബ്രെഡ്. റൗണ്ട് ബ്രെഡ് ഒക്കെ റൗണ്ട് ബ്രെഡ് വേറെ എവിടെ മേക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അവർക്കെന്താ ഓർഡർ ആണെന്ന് തോന്നുന്നു. ഇത് ഫേമസ് ഷോപ്പാണ് ഇവിടെ ആയിട്ട്. ഗൂഗിളിലൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഷോപ്പ്. ഇത് റിംജിം അല്ലേ? ഇതാണ് റിംജിം. അല്ല കൊള്ളാം, സംഭവം നൈസായിട്ട് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡിഫറെന്റ്. അതാ ഞാൻ പറഞ്ഞ
നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കാത്ത പല ഡിഫറെന്റ് ആയിട്ടുള്ള സാൻഡ്വിച്ചുകൾ നമ്മളിവിടെ ഗുജറാത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും. പല പല ഡിഫറെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. സോന് ഇരുന്ന് വെള്ളം ഉറങ്ങി. ആ അത് കൊള്ളാം. ചട്നിയും മയോണൈസൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വെള്ളം ഒലിക്കുന്നവരാണ് രണ്ടുപേരും എടുത്തിട്ട്. സോസ് മയോ ഒക്കെ ഇട്ടിട്ടാകുമ്പോ ഒരു രക്ഷയില്ല. അതെ കൊള്ളാട്ടോ സംഭവം. മിക്സിങ്ങിൽ നല്ല കിടല മിക്സിങ്. ഇതിലിപ്പോ ഉരുക്കിയെടുക്കുമ്പോ അത് ഇതാവണം, മെൽറ്റ് ആവണം. ഓക്കെ ചീസ് മെൽറ്റ് ആവും. ആ ട്രിപ്പിൾ ലെയറാണ്. ഓ ഇത് തിന്നേക്കോ ഇററിയോ തോന്നുന്നില്ല. ഉറപ്പ് ഇത് പറഞ്ഞാൽ നിന്ന് കഴിയുമ്പോ നമ്മളെ വയറിറങ്ങി. ആര് ഷെയർ? ഇവിടെ ഷെയർ ഒന്നുമില്ല. പിന്നെയും അതിനകത്ത് മേളിൽ സെറ്റ് ചെയ്യണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ദിവസം ഇന്ന് ഇവിടുത്തെ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചാൽ തടി വെക്കും. മറ്റേ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ കൊള്ളാം. അതിൽ വെച്ച് സംഭവം ചൂടാക്കും. അത് നമ്മൾ ഓർഡർ ചെയ്താണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓർഡർ ചെയ്താണോ അറിയില്ല. സംഭവം ആരും ഓർഡർ ചെയ്താണെന്ന് നമുക്ക് തന്നെ ഏതാണ് നമുക്ക് നോക്കാം. അത് തന്നെ അത് അവിടെ ഓർഡർ പാർസലാ. നമുക്കുള്ളതാണ് ഇവിടുത്തെ സ്പെഷ്യല്. റിം ജിം എന്താണ് സ്റ്റോറി ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത്. എബ്രു വന്നിച്ചിരിക്കുന്നത് സ്റ്റോറി നോക്കിക്കൊണ്ടിരിക്കണോ കേട്ടോ കൂടെ. അപ്പൊ ഷിയാസിന്റെ എല്ലാത്ത പോയപ്പോഴത്തേക്ക് നിന്റെ കോസ്റ്റ്യൂം എവിടെ എന്നൊക്കെ കുറെ പേര് എനിക്ക് മെസ്സേജ് ഒക്കെ ഉണ്ടാവും. എവിടെ നിന്ന് വാങ്ങിച്ചാണ് മൊർഷിദാന്റെ കോസ്റ്റ്യൂം എന്നൊക്കെ പറയുന്നത്? നല്ല കോസ്റ്റ്യൂം എന്നൊക്കെ പറയുന്നത്. ആ ഷോളും കൂടെ കിട്ടുകയാണെങ്കിൽ കിട്ടില്ലായിരുന്നു. ബേബി പിന്നെ വേറെ ലെവലല്ലേ. നമ്മുടെ ഐറ്റം അവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊതിപ്പിച്ച് കടന്നു കളഞ്ഞത് ഇതന്നെ. നമ്മുടെ അവിടെ ഐറ്റം ഇന്ത്യയിൽ നിന്ന് ചൂടാകുന്നുണ്ട്. അതാണ് നമ്മൾ എന്താ പറയാ, എല്ലാ ടൈപ്പ് അറ്റ്മോസ്ഫിയർ, എല്ലാ ടൈപ്പ് ഫുഡുകൾ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം. തിരിഞ്ഞിരിക്കണെന്താ ഇങ്ങോട്ട് നോക്ക് ക്യാമറയിലേക്ക്. അത്രേ ഉള്ളൂ. അങ്ങനെ ഇത് റിംഗ് റോഡ് ആ സൈഡാന്നല്ലോ. ഈ പ്ലേസ് का नाम क्या है? गुदना दरवाजा. गुदना दरवाजा. हाँ गुदना दरवाजा. यू उदना दरवाजा. അത് തന്നെ സംഭവം. ഉദന ദർവാജ. ഓക്കെ താങ്ക് യു. അപ്പൊ അവിടെ കിടന്ന് ചൂടാണ്ട് നമ്മുടെ ഓർഡറാണ് ഇപ്പൊ വെച്ചത്. നമ്മുടെ ഹെവിയാണ്. അത് തിന്ന് തീരാനാണ് ടൈം എടുക്കുന്നത്. അവിടെ ആന്റി എന്തോ അവിടെ വെക്കണ്ട എന്താ സംഭവം? ക്യാ റോളാ ദീദി? ഫ്രാങ്കി റോൾ. ഓക്കെ അങ്ങനെയല്ല, പുള്ളിക്കാരനെ അറിയാവുന്നത്. റോട്ടി പൊട്ടറ്റോ शेजवान सॉस मेयोनीज. ഓക്കെ ഓക്കെ. फ्रैंकी मसाला विनेगर. ഓക്കെ ऑनियन और कैबेज. चीज. ओके बटर. आपका स्पेशल रेसिपी स्पेशल है. स्पेशल रेसिपी है ना, सिद्धिविनायक स्पेशल रेसिपी. सिद्धिविनायक स्पेशल बनता है, पूरा मिक्स में बनता है. एक्स्ट्रा चीज मेयो शेजवान रहेगा, कैप्सिकम ग्रीन चटनी. नाइस नाइस थैंक यू. थैंक यू. ഇതൊക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്ത് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. നമ്മുടെ ഐറ്റം അവിടുന്ന് എന്തായെന്ന് അറിയില്ല. അതന്നെ കൊതിയിട്ടിട്ട് ആ കൊണ്ടുപോയി പിന്നീട് ആൾക്ക് വയറുവേന വരുത്തിട്ടത്. അതാണ് ഇവിടെ ചറ പറ, ഇവിടെ സ്പെഷ്യലാണത്.
പനീറിന്റെ റിംജിം വേണമെന്നാണ് ഇപ്പോൾ പുതിയ പറഞ്ഞ ആള് പറഞ്ഞത്. പനീറിന്റെ റിംജിം അല്ലേ? പനീറിന്റെ റിംജിം വേണം. അതല്ലേ അത്ര പാക്കറ്റുകൾ അവിടെ നിരത്തേക്കണത്. അല്ല, നമുക്കൊരു റിംജിം തുടങ്ങിയാലോ? ഇല്ല, നമ്മൾ ഞങ്ങളുടെ ഇഷ്ടം ഉണ്ടാവില്ല. നോർമലി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നത് ഷെസ്വാൻ മയോണൈസ്, സോസ്, കൊറേ ചീസ്, അല്ലെ? അതല്ലേ നമുക്കറിയാം. എന്തൊക്കെ ടൈപ്പ് മിക്സിക്ക് പരീക്ഷകള്. ഗ്രീൻ ചട്നി, ബോഡി ലോഷൻ ഇട്ടോണ്ടിരിക്കുക. ബട്ടർ. പിന്നെ അവന്റെ ഒരു ഗുണമുണ്ട്, അവൻ എന്ത് കൈ പിടിച്ചാലും കളയൂല. ഇന്നലെ കണ്ടില്ലേ കല്യാണത്തിൽ പോയിട്ട് നമ്മൾ അവിടെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവൻ ഒരു കിണ്ടർ ജോയ് എടുത്ത് അവിടെ സോന് സ്റ്റോറി ഇട്ട് കഴിഞ്ഞാ നോ, ഇനിയും കണ്ടിന്യൂ സ്റ്റോറീസ്. അവിടെ ഇരുന്നു. ഇവിടെ ആൾക്കാർ വന്ന് ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് സമാധാനത്തിരുന്ന് കഴിക്കാം. എന്തായി എന്തോ നമ്മുടെ റിഞ്ചും. തൽക്കാലം ഇത്ര മതി കേട്ടാ. യെസ്, നമ്മുടെ ഐറ്റം ആയി ഗൈസ്. ആ മോനെ കൊള്ളട്ടോ, നോക്കിയേ നല്ല അടിപൊളിയായിട്ടുണ്ട്. നൈസ്. ഇനി അത് അവരത് കട്ട് ചെയ്ത് അതെ ഹാപ്പി ബർത്ത്ഡേ. നൈസ്, അടിപൊളി കട്ടിങ്. താങ്ക് യു ബ്രദർ, താങ്ക് യു. കഴിച്ചു നോക്കൂ മക്കളെ, കഴിച്ചു നോക്കൂ. നല്ല ചൂടായിട്ട് എന്റെ കയ്യിൽ നിന്ന് ചൂടിങ്ങനെ നിക്കണ്. സോനിന് സ്റ്റോറൊക്കെ ഇട്ട് ഒരു ടൈം എടുക്കും. അതെ മെൻഷൻ ആക്കിയാ മതി. അതെ, അതിന്റെ ചട്നി അത് പിടിച്ചേ. ആ ചട്നി മുക്കി കഴിക്കണം. ഒരു സ്റ്റൂളിന്റെ മേലെ വെച്ചോ ഗൈസ്. ഞാൻ ഇത് കുറച്ചും കൂടെ വെട്ടത്തിൽ വെച്ച് കാണിച്ചു തരാം. എന്റെ പൊന്നു കിടന്നിട്ട് കാണുമ്പോ തന്നെ കൊതി വന്നിട്ട് നല്ല ചൂടുണ്ട്. ഇനി ഇതിന്റെ അത് ഒരു പീസ് എടുത്താലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയൊന്ന്. ഒന്ന് എടുത്തു നോക്കിയേ. പക്ഷെ ഇവിടെ സ്റ്റോറി ഇന്നങ്ങനെ നടക്കുമോ? ഇവിടെ എല്ലാരും വെയിറ്റ് ചെയ്യണം ഒന്ന് തിന്ന് കാണാൻ വേണ്ടി. അതിന്റെ ഇടയ്ക്ക് സ്റ്റോറി. സോനിന്റെ സ്റ്റോറി ഇനി അതുമായിട്ട് അങ്ങോട്ട് പോണോക്ക്. എന്റെ പൊന്ന് കേസ്, ഒരു സാധനം ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ അതുമായിട്ട് പിന്നെ സ്റ്റോറി ഇടാൻ വേണ്ടി നടക്കണത്. കഴിഞ്ഞ സ്റ്റോറി ഭാഗ്യട്ട കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്ത് നോക്കും. ഒന്നിച്ചെടുക്കുക നല്ല ചൂടും. ഞാൻ ചട്നിയില് മുക്കി ഞമാന്ന് എന്താ ചൂടുണ്ട് അതാല ആ പൊളിക്കണ്ട. സമാധാനത്തിൽ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് താല്പര്യം. യമ്മി, അടിപൊളി അല്ലേ? ചട്നിയുടെ ആവശ്യമൊന്നുമില്ല. ചട്നി ഇല്ലാണ്ട് തന്നെ കഴിച്ചാൽ പൊളിയായിരിക്കും. സോന് കഴിക്ക്. ചൂട് കഴിക്കില്ലല്ലേ? ഞാൻ കഴിച്ചു നോക്കാറത്. ഇതിപ്പോ കുഴപ്പമില്ല, ഇവരെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല കേസ്. ഇല്ല, ഞാൻ തന്നെ തരാം. നീ സ്റ്റോറി കിട്ടും. നീ സ്റ്റോറി കിട്ടുമ്പോഴത്തേക്ക് ഒരു ടൈമാവും. കുഴപ്പമില്ല കുട്ടി വേണ്ട. ഞാനിങ്ങനെ നല്ല ചൂടുണ്ട് കേട്ടോ. മഷൂന് ഇത്രയും ചൂട് പറ്റും. അതെ, കഴിച്ചോണ്ടിരിക്കുമ്പോ അണ്ണാക്കിട്ട് ഊതുന്ന പരിപാടി തോന്നൂല എപ്പോഴും ഉണ്ട്. അത് പിള്ളേർക്ക് ഫീൽ ചെയ്യും. എന്റെ അമ്മയും കിട്ടില്ല. ചട്നി വേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കാണിച്ചു കൊടുക്കണല്ലേ രണ്ടാമത്തെ പീസ്. സെക്കൻഡ് പീസ് ചട്നി മുക്കുമ്പോ വേറെ വയറില്ല. നോക്കാം, ടെസ്റ്റ് ചെയ്യാം. ഇവിടെയുണ്ട് ആൾക്കാര്. ഇവിടെയാണ് ആൾക്കാര്. ഫ്രണ്ടിലോട്ട് ഇതുപോലെ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ ആൾക്കാരില്ല. എന്താന്നറിയോ, ഇവരുടെ കുറച്ച് നീറ്റ് ആൻഡ് ക്ലീനാ. പ്രസന്റ് ചെയ്തേക്കണം. കൊള്ളാം. വെച്ചിട്ട് ഇതിലൊന്ന് മുക്കി കഴിച്ചോ. കാണാനില്ല.
വെള്ളമൊക്കെ Yummy. Super. വേണ്ട സാധനം നല്ല ടേസ്റ്റല്ലേ? അപ്പൊ പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുത്ത അവർക്ക് സ്കൂളിൽ കൊടുക്കാറില്ല. ഓ സ്കൂളിൽ കൊടുത്തുവിടാന്നൊക്കെ എന്ത് പറയാനും. പിള്ളേർക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പിന്നെ അടിപൊളി ചോറുകറിയൊക്കെ കൊടുത്തോടുമ്പോ പറയും പാസ്ത അത് ഇതൊക്കെ. അപ്പൊ എനിക്ക് ഇത് ഓർമ്മ വന്നു പെട്ടെന്ന്. ഒരു പിസ്സയുടെ ഒരു ടച്ച് ഉണ്ടല്ലോ. പള്ളിയിലെ കമ്പിയൊക്കെ കാണിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടോ. എനിക്കും അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടമായി. ഇനി ഇതേ നോക്കിയാ രണ്ട് പീസും കൂടെ ഉള്ളു. അത് സോണുണ്ട് നിങ്ങൾ ഒരെണ്ണം ഞാൻ 2 പീസ് ഉണ്ടായിരുന്നു. അതെ 2 പീസ് വെച്ചിട്ടുണ്ട്. ഇതിനാവോ ബേബി ഡിമാൻഡ് എല്ലാവരും അതാ ഓർഡർ ചെയ്യും. അല്ല അതാ പറഞ്ഞു ഇവിടുത്തെ സ്പെഷ്യൽ. ഞാനാ വന്നപ്പോ തന്നെ ചോദിച്ചു ഇവിടുത്തെ സ്പെഷ്യൽ തരാൻ പറയുന്നത്. അടുത്ത ഓർഡർ ഒരു വെക്കണുണ്ട്. നമുക്ക് 2 ഓർഡർ. ഇനി വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണ്ടേ? ഗൈസ് അങ്ങനെ ഇവിടെ വന്നവര് ഇത് വിട്ട് ഇവിടെ വന്നിട്ട് റിംജിം അല്ലെ റിംജിം സാൻഡ്വിച്ച് കഴിച്ചിട്ട് പോകണം. ഒരു രക്ഷയില്ല. ഭയ്യ താങ്ക് യു സോ മച്ച്. സൂപ്പർ. ടൈപ്പ് ചെയ്ത് യൂട്യൂബ് ചാനലിൽ ഓക്കെ ബ്രോ താങ്ക് യു സോ മച്ച്. ഗൈസ് അപ്പൊ നമുക്കിത് അടുത്തത് നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇതേപോലെ ചെറിയ ഈ പെട്ടിക്കടകൾ കുറെ ഉണ്ട്. ഇതുണ്ടല്ലേ സാൻഡ്വിച്ചും അങ്ങനെ പല സംഭവമുണ്ട്. ഞാനിപ്പോ അല്ല അതിപ്പോ ഞാൻ നോക്കിയില്ലേ ഗൂഗിളില്. അവിടെ തന്നെ ഞാൻ ഇപ്പൊ വന്നത്. അല്ല സാൻഡ്വിച്ചും അതുപോലെ തന്നെ ഇതുണ്ടല്ലേ ഫലൂദ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ. കുൽഹാദ് പിസ്സ അല്ല ഞാൻ ഇവിടെ തന്നെ വിചാരിച്ച ഫലൂദ എന്ന് വിചാരിച്ചു. അല്ല നോക്കാം ഉണ്ടാവും. കോൾഡ് വേണോ? അപ്പൊ അവിടെ ഉണ്ട്. വേണമെങ്കിൽ കുടിക്കാൻ അത് ട്രൈ ചെയ്യാം. അല്ല അത് അങ്ങോട്ട് പോയി കയറിക്കോ പതുക്കെ. അവിടെ ഇനി എന്തായാലും കുടിച്ച് തൊണ്ടയിലിരിക്കണ്ട്. അപ്പൊ ഇവിടെ ആയിട്ട് എന്തോ വെറൈറ്റി സംഭവം ഉണ്ട്. അതുണ്ട്. കാജു കൊക്കോ ഇതുണ്ടോ? കോൾഡ് കൊക്കോ ഫ്രൂട്ട് സലാഡ് മാംഗോ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞു പറ. എന്താ കുടിക്കാൻ വേണ്ട? ഒരു ദ്വാരക്കണം മേളിലേക്ക് പോയിക്കൊണ്ട്. ഞാനെത്തി മേളിലേക്ക് നോക്കി ദ്വാരക്കണം. അല്ല ഓരോന്ന് പറഞ്ഞാൽ മതി. ഭയ്യ 1 കോൾഡ് കൊക്കോ. വിച്ച് വൺ ഈസ് സ്പെഷ്യൽ? तीन आइटम है मेरे पास. कोल्ड कोको है, फ्रूट सलाद है, मैंगो है, बादाम शेक है, ड्राई फ्रूट मैंगो है. ഫ്രൂട്ട് സലാഡ് വല്ലതും ഉണ്ടല്ലോ? വേണ്ടല്ലോ. സ്പെഷ്യൽ कोल्ड कोको ज्यादा दूँ. കോൾഡ് കൊക്കോ ഓക്കെ 1 കോൾഡ് കൊക്കോ चाहिए. കോൾഡ് കൊക്കോ കുടിച്ചു നോക്കൂ. അതെ സ്ട്രോ വേണമെങ്കിൽ സ്ട്രോ ഉണ്ട് കേട്ടോ. കോൾഡ് കൊക്കോ കുടിച്ചിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയല്ലേ? അവിടെ പിടിച്ചേ. ഞാനും ഒത്തിരി കുടിക്കട്ടെ. ഇടക്കൊക്കെ ക്യാമറ എന്നെ പ്ലീസ്. ഞാൻ തെണ്ടന്റെ അവസ്ഥ. നേരത്തെ സാൻഡ്വിച്ച് ഒക്കെ ഇല്ല ഞാൻ പിടിക്കാന്ന് പറഞ്ഞു. ഇല്ല ഗൈസ് ഞാൻ പിടിക്കാന്ന് പറഞ്ഞില്ലേ മഷു. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. വെരി ടേസ്റ്റി. ഇനി വേറെ സ്പെഷ്യൽ അനദർ സ്പെഷ്യൽ അനദർ വൺ ഡ്രൈ ഫ്രൂട്ടിന്റെ ഒരെണ്ണം എന്റെ കയ്യിൽ ഒരെണ്ണം പോടാണ്. മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള
അല്ലോ എന്ത് ചെയ്യാൻ തിന്നാനാണ് എനിക്ക് വേണ്ടട്ടാ. എനിക്ക് ഇഷ്ടമല്ല ഡ്രൈ ഫ്രൂട്ട്. ഞാൻ തിന്നൂടി എന്റെ പല്ല് കമ്പനി കിട്ടില്ലല്ലോ. എന്താ അവസ്ഥ? കാണിച്ചു നല്ല മാംഗോ ആയിട്ടുള്ള ഇവിടെ പരാതി നമുക്ക് തീർക്കാം ഗൈസ്. നല്ല അടിപൊളി മാങ്ങ ആണോ? സോനു കഴിക്കുമ്പോ ഞാൻ ഒരാഴ്ച മിക്കവാറും തടിയും. സോനുടെ ഷോൾ കളറും മറ്റേ സെയിം. നന്നായിട്ടാ നമ്മ സെർച്ച് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. ഡ്രൈ ഫ്രൂട്ട് ഇല്ലാത്ത ഡ്രൈ ഫ്രൂട്ടുകൾ എങ്ങനെയുണ്ട് സോനു? സോണിടുത്തുള്ള ഇഷ്ടപ്പെട്ടട്ടാ. സോനു ഇഷ്ടപ്പെട്ടാലേ അങ്ങനെ തിന്നുള്ളൂ. സോനു ഹൗസ് ഇറ്റ് ചോദിക്കേണ്ട കാര്യമില്ല. മാസടം വാങ്ങിയില്ല. ആ ടേസ്റ്റ്. വേറെ ഷോപ്പും പോണ്ടേ നമുക്ക്? സോൺ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്കും വെക്കണം കേട്ടോ. ഞാനുണ്ട് ഇവിടെ ക്യാമറ ചെയ്തോണ്ട്. ഈ ഷോപ്പ് നോക്ക് ഗൈസ്. കഴിച്ചു നോക്ക്. ഇനി മജൂറ കഴിച്ചു നോക്ക്. കിളി പോയി. കേരള കൊച്ചി. ഇതൊന്നും കാണാത്ത രാജ്യത്ത് നിന്ന് വന്ന് തിന്നണ പോലെ തോന്നിക്കണ്ടായിരിക്കും. സത്യം പറഞ്ഞ നമ്മുടെ അവിടെ ആയിട്ട് ഇത്രയും നല്ലൊരു ഫ്ലേവർ ആയിട്ടില്ല. ഇത് പക്ക മാംഗോ പൾപ്പ് പോലെ തന്നെ ഉണ്ട്. മനസ്സിലായോ? അത് തന്നെ അതെ. ഇത് നല്ല പൾപ്പ്, മാംഗോ പൾപ്പ് പ്യൂർ ആയിട്ടുള്ളത്. ഒരു രക്ഷയില്ലട്ടാ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച നോൺ സ്റ്റോപ്പ് ആയിട്ടായിരിക്കും കഴിച്ചോണ്ടിരിക്കുന്നത്. നീ വെറുതെ അനാവശ്യം പറയല്ലേ. കഴിക്കുന്നത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാൽ മതി. ഭയ്യ അനന്തർ സ്പെഷ്യൽ ക്യാ है? हाँ 2-3 अनदर बादाम शेक होना. बादाम शेक बादाम शेक വേണ്ടല്ലേ? ബദാം ഷേക്ക് എന്തായാലും വന്നല്ലോ. ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ പിന്നെ ഓരോന്നോരോന്ന് അടിക്കാന്ന് വിചാരിച്ചു. എല്ലാവരും ഓരോരോ ഡ്രമ്മായിട്ട് നിറച്ചെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. പിന്നെ എല്ലാവർക്കും വൃത്തി മെനുണ്ട് കേട്ടോ. അതിനെ പ്രത്യേകം പറയാം. എല്ലാം നല്ല ക്ലീനാണ്. എല്ലാം നല്ല അടച്ച് വൃത്തിയായിട്ടൊക്കെയാണ്. നിങ്ങൾ കഴിക്കണോ ഞാൻ കഴിക്കണോ? സോനു അതാണ് ക്യാമറ. അല്ല ബദാമിന് ബദാം. നമുക്ക് റേറ്റിംഗ് ചെയ്യാട്ടാ. 3 ടേസ്റ്റില് ഞാൻ ബദാം ഷേക്ക് കുടിച്ചിട്ടില്ല. നമുക്ക് 3 റേറ്റിംഗ് ചെയ്യാട്ടാ. കഴിച്ചു കഴിഞ്ഞിട്ട് 3 ഷേക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ചെയ്യാം. ഞാൻ ചെയ്യും. എവിടെ നോക്കട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ടത് പേഴ്സണൽ ഒപ്പീനിയൻ. പിള്ളേർക്ക് പായസം, ബദാം പായസം. എന്റെ ക്യാമറ തിരിക്കട്ടെ. എനിക്ക് നട്ട്സ് ഇല്ലാതെ മതി. ആ വെള്ളം മാത്രം മതി. ഇതിനതിന് വെള്ളം അന്വേഷിച്ച് അരിപ്പെടുത്ത് അരിക്കേണ്ടി വരും ഞാൻ മിക്കവാറും. ആ ബദാം ഐസ്ക്രീമിന്റെ ഒക്കെ കുൽഫിയുടെ ഒക്കെ ടേസ്റ്റ്. ശരി, നമ്മുടെ അവിടെ നിന്നൊക്കെ കുടിക്കുമ്പോൾ വെള്ളം പോലെ ഇരിക്കും. പക്ഷെ ഇവിടെ നല്ല കുറുകി ഒരു രക്ഷയുടെ അടിപൊളി. അതായത് മിക്കവരും ഇവിടെ വന്നിട്ട് അതൊക്കെ പാർസൽ വെച്ചിട്ട് പോണെങ്കിൽ എല്ലാരും പാർസലൊക്കെ മേടിച്ചോണ്ട് പോണേ. ബദാമാണോ ഉണ്ടായത്? നമുക്ക് ഒന്ന് ഇതില് നിർത്താലേ മതി. അടുത്ത വല്ല ഉണ്ടാ നോക്കാം.
ഓക്കെ ഇതാ, വേണം. ഇതിൽ നിർത്താം. എബുന്ന് കഴിച്ചോണ്ടിരിക്കണേണ് ഇനി തരാം. മാംഗോ. എബു മാംഗോ ഇഷ്ടമായ? നോ വേണ്ട വേണ്ട, മധുരം അത്ര ഇഷ്ടമല്ല. അപ്പൊ വേണ്ട, ഞാൻ കുടിച്ചു തീർക്കും. എനിക്ക് ഇഷ്ടമല്ല നട്ട്സ് വന്നത്. അപ്പൊ ഓക്കെ ഗൈസ്, ഇതൊക്കെ തിന്നിട്ട് ഇനി വല്ലതും ഉണ്ടോ നോക്കാം അല്ലേ? അതെ ഗൈസ്, അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ അറ്റം വരെ ഇങ്ങനെ കിടക്കണേ. ആറ്റം നമുക്ക് വേണ്ടത് ഈ അറ്റം. തിന്നുകയും കുടിക്കുകയും ചെയ്ത് ഇവിടെ ഇങ്ങോട്ട് ഇരിക്കും. അല്ല, ആറ്റം കാണിച്ചത്. നമുക്ക് വേണ്ടത് തിന്നുകയും കുടിക്കുകയും ചെയ്ത് വയറിറച്ച് തിരിച്ച് റൂമിൽ പോകാൻ പറ്റും. റിംഗ് റോഡല്ലേ ഇത്? ഇത് കോരിക്കോരി മടുത്തു. ആ, ഇനി കുടിക്കാതെ ചായ കുടിക്കണ പോലെ. ഓക്കെ, എന്റെ പൊന്നു കഴിച്ച് ഇത്ര ഐറ്റം കഴിച്ചപ്പോ തന്നെ ഇല്ലേ വയറും നിറഞ്ഞ് പൊട്ടാറായി തന്നെ പറയാൻ പറ്റും. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇവർക്ക് ഇനി എന്തോ എഗ് റോൾ അങ്ങനെ എന്തോ ഐറ്റംസ് ഒക്കെ കഴിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഐറ്റം എന്തോ കഴിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത്ര ഐറ്റം കഴിച്ചപ്പോ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എത്ര ബില്ലായിട്ടുണ്ടാവുന്നുണ്ട്. ആദ്യത്തെ നമ്മുടെ ജിംറിം സാൻഡ്വിച്ച്, പിന്നെ ഈ 3 മറ്റേ ബദാം മിൽക്കും കാര്യങ്ങളും കൊക്കോ അങ്ങനത്തെ സംഭവങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ട് 335 രൂപ ആയിട്ടുള്ളൂ. അത്ര ആയിട്ടുള്ള അതാണത്. 3 പേരുടെ വയറ് പറഞ്ഞില്ല 335 രൂപ കൊണ്ടിട്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഇത്ര ഐറ്റംസ് വരുമ്പോൾ തന്നെ അതിൻ്റെ മേലാവും. പിന്നെ നമുക്കിത് ഇവിടെ എഗ്ഗിന്റെ എന്തോ ഐറ്റം ഉണ്ട്. എഗ്ഗിന്റെ എന്തോ സ്പെഷ്യൽ നോക്കി. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞു? ഇത് നോക്കാൻ പറ്റാത്ത അവരെന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്താ അവര് മറ്റേ എഗ്ഗ് വെച്ചിട്ടുള്ള എന്ത് സംഭവമാണത്. ഇതിവിടെ എഴുതി വെച്ചേക്കണൊക്കെ അവരുടെ ഗുജറാത്തി ഭാഷയിലായതുകൊണ്ടിട്ട് എന്താണെന്നല്ല അവരുടെ തന്നെ ചോദിക്കണം. പിന്നെ അവരാണെങ്കിൽ നല്ല തിരക്കിൽ നിൽക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഇടയിൽ ചോദിച്ച് വെറുതെ ഇരിട്ടേ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാനത് ചോദിക്കാം എങ്ങനത്തെ വേണമെന്ന്. എഗ് തിന്ന ഭയങ്കര വയസ്സില്ലോ. ഞാൻ ഉദ്ദേശിച്ച എഗ് നമ്മൾ വീട്ടില് ചില്ലി പൗഡർ ഇട്ട് ഫ്രൈ ആക്കി എടുക്കില്ലേ, അങ്ങനത്തെ ടൈപ്പ് ഉണ്ടാവും. എഗ്ഗിന്റെ സ്പെഷ്യൽ ആയിട്ടോ കുറെ പേര് വന്ന് ഇവിടുന്ന് കഴിച്ചു പോകുന്നുണ്ട്. അത് ഗ്രേവി പോലെ ആണ്. क्या आइटम है? चिल्ली मसाला, तंदूरी मसाला का फ्राई है. स्पेशल क्या है? स्पेशल सबसे स्पेशल क्या है? सब रेगुलर है. ओके, स्पेशल वाला एक प्लेट दिखाओ. They are preparing very nicely. You have to taste one time. You will be a daily customer there. ഓക്കെ ഓക്കെ ഓക്കെ. Coming from half an hour. My distance is too much. ഓക്കെ, അരമണിക്കൂർ യാത്ര ചെയ്ത് വന്നാർന്ന് പറയണം. ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിക്കായി പോവും. അപ്പൊ ടേസ്റ്റ് ആണ്. Yesterday I am coming here on an offer. I have taken a half fry and omelette. And here, which is the famous one? It's a famous one. Not a dish. Which is the best dish here? തണ്ടൂരി കൊടാ കാക്ക, തണ്ടൂരി കൊടാ. Tandoori gotala बताओ. തന്തൂരി കൂട്ടുവല്ല. ഓക്കെ, आप पहले बार टेस्ट करो बाद में. हमने कह रहे हमें बनाई कि हमारी देखा. ഓക്കെ ഓക്കെ. स्पेशल वन प्लेट दे दो. ट्राई करेगा. ला हमें पट्टी की दर गिरा. पट्टी की दर. അവിടെ ഇരുന്നോ, ഇരുന്നോ. അവര് റെഡിയാക്കി തരും. അതായത് ഇപ്പം നമുക്ക് കൺഫ്യൂഷൻ എന്താണെന്നറിയാം. അവർ ഒരുപാട് പേര് പറഞ്ഞു, പക്ഷെ അതിൻ്റെ അകത്ത് ഏതാണ് ഇവർ നമുക്ക് ചെയ്തു തന്നെയെന്നാണ് നമുക്കറിയില്ല. അത് എനിക്ക് തോന്നുന്നു അത് തന്നെ ഫ്രൈഡ് ഓക്കെ. ഫ്രൈഡ് ടൈപ്പ് ഒരു ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കണേ. കേരള സൈഡ്, കൊച്ചിൻ.
ചില്ലി മസാല ഇത് എഗ് ചില്ലി മസാലയാണ് ട്ടോ. അത് അവര് ഫ്രൈ ഒക്കെ ചെയ്തെടുത്ത് അതിനകത്ത് തരും ഇതേ പാവും അവര് ബട്ടറിലിട്ട് റെഡിയാക്കി തന്നെ. roti ആ of chuwar. Chuwar, do you know? One kind of just like a gehu, chuwar, bajri वगैरह नहीं आता है गेहूं. ഓക്കെ മറ്റേ ഒരു ടൈപ്പ് റൊട്ടി ഉണ്ട് ചുവാർന്ന് चुवार की रोटी ഓക്കെ 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 കാണിച്ചു തരാം. ये भी अच्छी रहती है अगर मक्खन में खाओ तो और मजा है. ഓക്കെ താങ്ക് യു താങ്ക് യു. No thanks, you are just like my son, so I have to guide you properly. ഓ നൈസ് ടു മീറ്റ് യു. Thank you. ഗൈസ് നല്ലൊരു മനസ്സിലായിരുന്നുണ്ട്. ഒരുപാട് നേരം സംസാരിച്ചു. അതെ ഇവിടുത്തെ ഫുഡിനെ പറ്റിയൊക്കെ കുറച്ച് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഓക്കെ ബൈ മക്കളെ പറ്റിയും അത് മരുമക്കളെ പറ്റിയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. ഇത് ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ കാണിച്ചു തരാം. കഴിച്ചോ? എന്റെ വയറ് നിറഞ്ഞ് പൊട്ടാറായിരിക്കണം കഴിച്ചു. കൊള്ളാട്ടെ. ഇതൊക്കെ നമ്മളിവിടെ അവരുടെ എന്തൊക്കെ ഐറ്റം സ്പെഷ്യൽ ഉണ്ടോ ആ സ്പെഷ്യലൊക്കെ നമ്മൾ നിരത്തിയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി പൊട്ടതായിരിക്കണം ബട്ട് സ്റ്റിൽ ഐ വാണ്ടഡ് ടു ട്രൈ. വന്നതല്ല നമ്മൾ. എങ്ങനെയുണ്ട് നോക്കാൻ എന്താ വെച്ചാൽ അത്രയധികം ആൾക്കാർ വന്ന് കഴിച്ചു പോണുണ്ടേ. ആക്ച്വലി കുറച്ച് സാലഡ് ഓക്കെ. കൊള്ളാലേ. അതാണ് അത്രയധികം ആൾക്കാർ വന്ന് കഴിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അടിപൊളിയാണെന്നതാണ്. സോനു എങ്ങനെയുണ്ട്? മറ്റേ ജൗഹറിന്റെ റോട്ടി എന്ന് പറഞ്ഞത് ജൗഹർ മറ്റേ ഗോതമ്പ് പോലത്തെ സാധനമില്ലേ, ആ ആ ആ ആ ഓട്സ് ജൗഹർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ അതിന്റെ റൊട്ടിയാണല്ലേ ഇത്? അതും അവർ ഈ എഗ് ഫ്രൈ പോലെയൊക്കെ ചെയ്ത സംഭവമില്ലേ, ആ ഗ്രേവി പോലെ ആക്കിയത് അതിൽ മുക്കി കഴിക്കണം. ആ അതായത് ആക്ച്വലി എന്ത് പറ്റിയെന്നറിയോ, എന്റെ പേര് ആ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ചെല്ലിക്കടയില് എനിക്ക് ഇത് എഗ് ചില്ലിയാണ്. എഗ് ചില്ലി വിശന്ന് പൊരിഞ്ഞു തന്നെ. അടിപൊളി. എന്താ സംഭവം, നല്ല പച്ചമുളകില്ലേ, നല്ല പച്ചമുളക് അരച്ച് പേസ്റ്റ് പോലെ ആക്കി ഒരു ഗ്രേവി ടൈപ്പൊക്കെ ആക്കി അതിനകത്ത് മുട്ടയൊക്കെ പുഴുങ്ങിയ മുട്ടയിട്ട് അതുകൂടാണ്ട് മുട്ട പൊട്ടിച്ച് അതിന്റെ എല്ലാം ഇട്ട് കലക്കി ഇളക്കി എന്നിട്ടൊക്കെ ചെയ്തൊരു സംഭവം. ഇച്ചിരി ഡിഫറെന്റാ, നമ്മുടെ ഇവിടെ നിന്ന് കിട്ടാത്തൊരു ടൈപ്പ് ഫുഡ് എന്ന് പറയാം. അത് കഴിക്കാൻ അത്ര ആൾക്കാർ തലക്കിടിയുണ്ട് അവിടെ. ആ അരമണിക്കൂറോളം ട്രാവൽ ചെയ്ത് വന്നത് പുള്ളി പറയണേ. ഞാൻ ഇത്ര ദൂരം വന്നതെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഇവിടുത്തെ ഫുഡ് എത്ര ടേസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇതാണ് പ്രശ്നം, പല്ലിന്റെ ഇടയിലോട്ടൊക്കെ കയറി സവാള. ആഹാ അടിപൊളി. എനിക്ക് നല്ല സ്പൈസി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ട് എത്ര കഴിച്ചാലും മതിയാവില്ല. എനിക്ക് ഇങ്ങനെ എരിഞ്ഞെരി നീക്കാൻ നല്ല സുഖമാണ്. എനിക്ക് സ്പൈസി ഇഷ്ടമല്ലാത്തോണ്ട് ഇങ്ങനെ എരിയണത് വലിയ സുഖമില്ല. നിങ്ങൾക്ക് വീട്ടിലാരൊക്കെ കണ്ടിട്ടുള്ളല്ലേ സ്പൈസി കഴിക്കുമ്പോ ഞാൻ കഴിക്കില്ല. ഇത് നല്ല സ്പൈസി ആട്ടാ, ഇത് സ്പൈസി ലവറിന് പറ്റിയതാണ്. എടോ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മിണ്ടാൻ പോലും പറ്റില്ല. കുത്തി കുത്തി നിറച്ചോണ്ടിരിക്കണേ. തിന്നുന്നതാണ് റൊട്ടിയായിട്ട് കൊടുത്ത്. വയറ് പൊട്ടാറേ. ഇനി ഇതൊക്കെ കഴിച്ചൊന്ന് തീർത്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഗൈസ് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് മന്നിച്ച് ഒരു ഓട്ടോ പിടിച്ച് നേരെ റൂമിലെത്തിയാണ്. വന്ന വഴിക്ക് ഓട്ടോക്കാരന്റെ DJ ഫുള്ള് കളർഫുൾ ലൈറ്റും ഉടുക്കാത്ത സൗണ്ടില് പാട്ടും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കില്ല കിളി പോയി. നല്ല സ്പീഡും. തല എന്താ പോലെ ആയിപ്പോയി, തല പെരുത്തുപോയി. എന്റെ കറക്കില്ല, അയ്യോ അല്ലെങ്കിൽ തന്നെ തല എന്താ പോലെ ആയിപ്പോയി. ഗൈസ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ പിന്നെ ഉടുക്കത്തെ തീറ്റ, ആ കറാത്ത തീറ്റ നിന്ന് ഞങ്ങൾക്ക് തന്നെ എന്താ പോലെ ആയിപ്പോയി. പക്ഷെ കൊള്ളാറുണ്ട്, നല്ല എല്ലാം ഡിഫറെന്റ് അതെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചിട്ട് പേര് മാത്രം അറിയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എഗ് ചില്ലി എഗ് ചില്ലി അതും കൊള്ളാം, നൈസാണ്. മൊത്തം അടിപൊളിയായിരുന്നു. അതെ ചപ്പാത്തി. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരാം.
അതുവരെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഒക്കെ വായിച്ചും കമന്റ് ഒക്കെ ഇട്ടും രസിച്ചും ആസ്വദിച്ചും മനസ്സിനൊരു കുളിർമയൊക്കെ വരുത്തി ഇരിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.